ആശാസമരത്തിനെതിരായ നിലപാട് തിരുത്തി INTUC സംസ്ഥാന നേതൃത്വം. സമരത്തെ പിന്തുണയ്ക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രേഖാമൂലം ആവശ്യപ്പെട്ടെന്നും KC വേണുഗോപാലിന്റെ അഭ്യർത്ഥനയെ മാനിക്കുന്നെന്നും സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. SUCIയുടെ നേതൃത്വത്തിലുള്ള സമരത്തിലെ ആവശ്യങ്ങളിൽ വിയോജിപ്പുണ്ടെന്നും INTUC വ്യക്തമാക്കി. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും S ശ്രീകാന്ത് ശരിയാണ്. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് INTUC നേതൃത്വം വ്യക്തമാക്കിയത്? ഇത് എത്രത്തോളം നിർണായകമാണ് ഈ ആശാ സമരവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രസ്താവനകളിൽ? UDF-ഉം മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഒന്നടങ്കം ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴാണ് INTUC ഇതിന് നേരെ മുഖം തിരിച്ചു നിന്നത്. ഇത് വലിയ ചർച്ചയായിരുന്നു, രാഷ്ട്രീയ ചർച്ചയായിരുന്നു. കാരണം കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ സംസ്ഥാന സർക്കാർ R ചന്ദ്രശേഖരന് അനുകൂലമായി നിലപാടെടുത്തതിന്റെ നന്ദി R ചന്ദ്രശേഖരൻ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന് വ്യാഖ്യാനമായി വന്നത്. ഇതാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ R ചന്ദ്രശേഖരൻ വഴങ്ങിയിരിക്കുന്നു. ആശാ വർക്കർമാരുടെ സമരത്തിന് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. പറയുന്നത് ഇങ്ങനെയാണ്: VD സതീശന്റെ രേഖാമൂലമുള്ള ആവശ്യവും KC വേണുഗോപാലിന്റെ അഭ്യർത്ഥനയും മാനിച്ച് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്തുണ നൽകുമ്പോഴും സംസ്ഥാന സർക്കാരിന് തലോടൽ നൽകാൻ മറന്നിട്ടില്ല R ചന്ദ്രശേഖരൻ. സമരക്കാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ തൊഴിലാളി താൽപര്യപരമായി വിയോജിപ്പെന്ന് ചന്ദ്രശേഖരൻ പറയുന്നു. ഒപ്പം തന്നെ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിനാണ് എന്ന പരോക്ഷ സൂചനയും നൽകുന്നുണ്ട് R ചന്ദ്രശേഖരൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 60-40 അനുപാതം നടപ്പിലാക്കണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നു. നേരത്തെ ആശാ സമരത്തെ തള്ളിപ്പറഞ്ഞ് ലേഖനമടക്കം പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ് R ചന്ദ്രശേഖരൻ. ഒടുവിൽ സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും താങ്ങാനാകാതെ R ചന്ദ്രശേഖരൻ കൂടി INTUC കൂടി ആശാ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ശരി ശ്രീകാന്ത്, ഇതിന്റെ രാഷ്ട്രീയമാണ് നമ്മൾ ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടത്. ഈ ആശാ വർക്കേഴ്സിന്റെ സമരം നടക്കുന്ന സമയത്ത് R ചന്ദ്രശേഖരൻ കൃത്യമായി പറഞ്ഞിരുന്നു, ഞങ്ങൾ വെറുതെ റോട്ടിൽ കൂടെ നടക്കുന്ന ആൾക്കാരെ പോലെ കയറി ചെല്ലേണ്ട ഒരാവശ്യവുമില്ല, അവർ ഞങ്ങൾക്ക് ക്ഷണം തന്നിട്ടുമില്ല, സോ INTUCക്ക് അങ്ങോട്ട് ആശാ വർക്കേഴ്സിന്റെ സമരത്തിലേക്ക് പോകേണ്ട ആവശ്യവുമില്ല എന്ന് പറഞ്ഞയാൾ ഈ രാഷ്ട്രീയത്തിൽ എപ്പോഴും കാണുന്ന ഒരു നിലപാട് മാറ്റം ദാ ഇപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് കാണുന്നു. പ്രതിപക്ഷ നേതാവും KC വേണുഗോപാലും ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റം എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ട് അല്ലേ? അത് ഈ കടകംപള്ളി മനോജ് നൽകിയ ഒരു ഹർജി ഉണ്ടായിരുന്നു. ഈ തോട്ടണ്ടി ഇടപാട് കേസിൽ KA രതീഷും അതോടൊപ്പം R ചന്ദ്രശേഖരനും CBI പ്രോസിക്യൂഷൻ അനുമതി നൽകണം എന്നുള്ളതായിരുന്നു ആവശ്യം. അത് സംസ്ഥാന സർക്കാരാണ് നൽകേണ്ടിയിരുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകിയില്ല. ആ രീതിയിൽ R ചന്ദ്രശേഖരനെയും KA രതീഷിനെയും സംസ്ഥാന സർക്കാർ സംരക്ഷിച്ചു. ഈ ആശാ വർക്കർമാരുടെ സമരം ഇവിടെ നടക്കുമ്പോൾ തന്നെയാണ് ഈ R ചന്ദ്രശേഖരന് അനുകൂലമായി സംസ്ഥാന സർക്കാർ നിലപാട് ഹൈക്കോടതിയിൽ കൈക്കൊണ്ടത്. അവിടെ ആ കേസ് നടക്കുമ്പോഴാണ് ഇവിടെ ഈ ആശാ വർക്കർമാരുടെ സമരവും ഒരേ സമയം മുന്നോട്ട് പോകുന്നത്. ആ നിലപാടല്ലാതെ ആ സമയത്ത് എടുക്കാൻ R ചന്ദ്രശേഖരനല്ല ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ പാർട്ടിക്കുള്ളിൽ R ചന്ദ്രശേഖരനെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അധിക സമയം എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. കാരണം പരസ്യമായ പിന്തുണ KC വേണുഗോപാൽ അടക്കം VD സതീശനടക്കം നൽകുമ്പോഴാണ് R ചന്ദ്രശേഖരൻ മാത്രം വിരുദ്ധ നിലപാട് സ്വീകരിച്ചത്. ഇപ്പോൾ നമ്മൾ ആശാ സമരവേദിയിൽ കൂടിയുണ്ട്, അവരോട് നമുക്ക് ഒന്ന് ചോദിക്കാം. ഇപ്പോൾ R ചന്ദ്രശേഖരൻ INTUCയുടെ നേതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതിന് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. എന്താണ്, സ്വാഗതം ചെയ്യുന്നു? പിന്നെ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും നമ്മുടെ സമരം ന്യായമാണെന്നുള്ളത് കൊണ്ട് ആർക്കും മുഖം തിരിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അദ്ദേഹം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം മാത്രമാണ് ഇവിടെ വരാതിരുന്നത് ഇതുവരെ പിന്തുണയ്ക്കായിരുന്നു. മറിച്ച് ആ സംഘടനയിലുള്ള മുഴുവൻ ആളുകൾ ഇതിനോടകം തന്നെ വന്ന് വിവിധ യൂണിയനുകളിൽപ്പെട്ട ആളുകൾ INTUCയുടെ അന്നല്ല ആശാ വർക്കർമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കൊരു പ്രതിഷേധ പരിപാടി നടത്തി. ആ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആശാ വർക്കർമാരും ഇവിടെ വന്ന് ഞങ്ങൾക്ക് പിന്തുണ അറിയിച്ചിട്ടാണ് പോയത്. ഇപ്പോൾ അദ്ദേഹം വന്നു, സന്തോഷം. ഈ കേട്ടത് ആശാ വർക്കർമാരുടെ അഭിപ്രായം കൂടിയാണ്. അതുകൂടിയാകുമ്പോഴേ അത് പൂർണ്ണമാകത്തുള്ളൂ. അവര് സന്തോഷം അറിയിക്കുന്നു, സ്വാഗതം ചെയ്യുന്നുണ്ട്. തങ്ങളുടെ സമരം ന്യായമാണ്, മുഖം തിരിച്ചു നിൽക്കാൻ അധികം ആർക്കും സാധിക്കില്ല എന്നാണ് അവരും പറയുന്നത്. എന്തായാലും R ചന്ദ്രശേഖരൻ ഇനി ഈ സമരവേദിയിലേക്ക് എത്തുമോ എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. കാത്തിരിക്കാം. പക്ഷേ R ചന്ദ്രശേഖരന്റെ വാർത്താക്കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, മനസ്സില്ലാ മനസ്സോടെ നിലപാട് മാറ്റിയതുപോലെയുണ്ട്. കാരണം സമരത്തിലെ ആവശ്യങ്ങളിൽ വിയോജിപ്പുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രതികരണവും ആ വാർത്താക്കുറിപ്പിലില്ലേ?
ആർ ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ചെകുത്താനും കടലിനും ഇടയിലായ അവസ്ഥയിലാണ്. കാരണം ഒരേ സമയം തന്നെ സംസ്ഥാന സർക്കാരിനെ വെറുപ്പിക്കാനാകില്ല. കാരണം തോട്ടണ്ടി ഇടപാട് അഴിമതി കേസിൽ അദ്ദേഹത്തിനെതിരെ പ്രോസിക്യൂഷൻ നടപടി വേണ്ട, CBIക്ക് അനുമതി നൽകേണ്ടതില്ല എന്നതേ ഒരാഴ്ച പോലും ആയിട്ടില്ല സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് സ്വീകരിച്ചിട്ട്. ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എതിർക്കുന്ന ആശാസമരത്തെ അനുകൂലിക്കാൻ ആർ ചന്ദ്രശേഖരന് ഒരിക്കലും സാധിക്കില്ല. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ താല്പര്യം സംരക്ഷിച്ചേ തീരൂ. അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ ഏത് രീതിയിൽ കുറ്റം പറയണം എന്നും അറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ നിലപാട് അത് തന്നെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കൂ. അത് അദ്ദേഹം ലേഖനമായി എഴുതുകയും ചെയ്തു. പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്നും UDFനുള്ളിൽ നിന്നും മുന്നണിക്കുള്ളിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നു, വലിയ പ്രതിഷേധം നേരിടേണ്ടി വന്നു. അത് VD സതീശൻ രേഖാമൂലം ആവശ്യപ്പെട്ടു. KC വേണുഗോപാൽ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് ചെയ്തത്. പക്ഷെ അപ്പോഴും സംസ്ഥാന സർക്കാരിനെ തലോടാനും സംസ്ഥാന സർക്കാരിന്റെ അപ്രീതി പിടിച്ചു പറ്റാതിരിക്കാനും ആർ ചന്ദ്രശേഖരൻ ശ്രമിക്കുന്നുണ്ട്. ശ്രീകാന്ത്, അതുപോലെ തന്നെ ഈ ആശുമാരെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാക്കി അവർക്ക് സർക്കാർ ശമ്പളം നൽകണമെന്നൊരു നിലപാടിലായിരുന്നല്ലോ അദ്ദേഹം. അപ്പോൾ ഇപ്പോൾ ഈ നിലപാട് മാറ്റത്തോടൊപ്പം ഈ ആശാ വർക്കേഴ്സിന്റെ സമരത്തിലെ അവരുടെ ആവശ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഏത് രീതിയിൽ അദ്ദേഹത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്നാണ് പറയുന്നത്? അദ്ദേഹം ആവശ്യപ്പെടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് ഈ വിഷയത്തിന് പരിഹാരം കാണണം എന്നുള്ളതാണ്. 60-40 അനുപാതം ആ രീതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹായം നൽകാൻ ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആ അനുപാതത്തിൽ ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഒരേ സമയം തന്നെ ഈ പ്രസ്താവനയിൽ തന്നെയുണ്ട് സംസ്ഥാന സർക്കാരിനെ തലോടുന്നുണ്ട്, അതേസമയം ആശാവർക്കർമാർക്ക് പിന്തുണ അറിയിക്കുന്നതുമുണ്ട്. അങ്ങനെ ഒരു കുഴഞ്ഞു മറിഞ്ഞ പ്രസ്താവനയാണ് അദ്ദേഹം ഇറക്കിയതെങ്കിലും അതിൽ തന്നെ അദ്ദേഹത്തിന് എത്രത്തോളം സമ്മർദ്ദം ഈ പ്രസ്താവന ഇറക്കുന്നതിന് വേണ്ടി അനുഭവിക്കേണ്ടി വന്നു എന്ന് വ്യക്തമാവുന്നുണ്ട്. 60-40 അനുപാതത്തിൽ ആശാവർക്കർമാർ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കണം. അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണം. എല്ലാ തൊഴിലാളി സംഘടനകളും അതിനുവേണ്ടി ഒരുമിച്ചിറങ്ങണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വൈകി ഉദിച്ച അദ്ദേഹത്തിന്റെ വിവേകം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അത്രയധികം സമ്മർദ്ദം അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇനി ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതിൽ സംഭവിക്കാനുള്ളത്. ഈ സമരവേദിയിലേക്ക് ആർ ചന്ദ്രശേഖരൻ വരുമോ എന്നുള്ളതാണ് ചോദ്യം. അതെ, ആ ചോദ്യം അങ്ങനെ നിലനിൽക്കുകയാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ ഉൾപ്പെടെ വിമർശനത്തിന് അദ്ദേഹം പാത്രമായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റേത് സ്വാർത്ഥ താല്പര്യമെന്നാണ് VM സുധീരൻ പറഞ്ഞത്. അപ്പോൾ അത്തരം നേതാക്കളുടെയൊക്കെ ഒരു ഇടപെടൽ കൂടി ഈ മനമാറ്റത്തിന് പിന്നിലുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ ശ്രീകാന്ത്. ഇപ്പോൾ അതിന് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പോലും അദ്ദേഹം പൂർണ്ണാർത്ഥത്തിൽ അതിനൊരു പിന്തുണ നൽകുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാകുമോ? അത്തരത്തിൽ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? സത്യസന്ധമായി പറയുകയാണെങ്കിൽ മനസ്സുകൊണ്ട് അദ്ദേഹം സമരത്തിന് പിന്തുണ അർപ്പിക്കാൻ തയ്യാറല്ല എന്ന് തന്നെ ആ പ്രസ്താവനയിൽ നിന്നും വായിച്ചെടുക്കാം. അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും അത് അദ്ദേഹം കൃത്യമായി എഴുതിയും വെച്ചിട്ടുണ്ട്. അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നോട് രേഖാമൂലം ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ തന്നോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ മുൻ തീരുമാനം മാറ്റുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോഴും തനിക്ക് ഈ സമരത്തോട് ചില വിയോജിപ്പുകളുണ്ട്, തൊഴിൽപരമായ ചില കാര്യങ്ങളിൽ ചില വിയോജിപ്പുകളുണ്ട് എന്ന് ആദ്യ ഖണ്ഡികയിൽ തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് ആർ ചന്ദ്രശേഖരൻ. അത് കൃത്യമായി പറഞ്ഞാൽ ഈ ആർ ചന്ദ്രശേഖരൻ എന്തിനങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു അതിന്റെ പിന്നിലെ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് കൃത്യമായി മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി. കാരണം തോട്ടണ്ടി ഇടപാടിൽ അദ്ദേഹം തിരിച്ചടി നേരിടാതിരിക്കാൻ അദ്ദേഹത്തിന് തൽക്കാലം ആ കേസിൽ നിന്നും ഊരി നിൽക്കാൻ സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ചേ മതിയാകൂ. പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ സംഘടന അവർ കൂടി ആശാസമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ സർക്കാർ തീർച്ചയായും സമ്മർദ്ദത്തിലാകും, സർക്കാർ പ്രതിരോധത്തിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ ആർ ചന്ദ്രശേഖരന്റെ ആ ലേഖനം, ആ നിലപാട് സർക്കാരിനൊട്ടല്ല ആശ്വാസം നൽകിയത്. പക്ഷേ അത് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരുന്നു. ഇപ്പോൾ പ്രവിധ പറഞ്ഞതുപോലെ VM സുധീരൻ്റെതടക്കമുള്ള നിലപാടുകൾ, KC വേണുഗോപാലിന്റെ നിലപാട്, MM ഹസന്റെ നിലപാട്, അങ്ങനെ പല ആളുകൾ അതിരൂക്ഷ വിമർശനം നടത്തിയിരുന്നു. അതെല്ലാം അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്നുള്ള കാര്യത്തിൽ